മലക്കുകളാകുന്ന മലക്കുകൾ എന്റെ റൂഹുമായി അവർ വാനലോകത്തേക്ക് പോകുമ്പോ മലക്കുകളെ ചോദിക്കും, ഇത് വിജയിച്ചവന്റെ മയ്യത്താണോ അല്ല പരാജിതന്റെ മയ്യത്താണോ? പരാജിതന്റെ മയ്യത്താണെങ്കിൽ നാറിയിട്ട് അവർ ഓടിക്കളയും, അവർ മാറി നിന്ന് കളയും. കേൾക്കുന്ന വിശ്വാസികളെ, ഇത് കണ്ടു നിൽക്കുന്ന എനിക്ക് എന്റെ ശരീരത്തിൽ ഞാനിപ്പോ ഇവിടെ വരുമ്പോ അതിന്റെ സദസ്സിലേക്ക് വരുമ്പോ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ അടുത്തേക്ക് വരുമ്പോ എന്നെ മണക്കരുത് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അവർക്കൊരു പരിമളം ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഞാൻ എന്റെ ശരീരത്തിൽ സുഗന്ധം പ്രയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ നാറുന്നു എന്ന് പറയുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു സുഗന്ധമില്ല, എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ ഒരു വസ്തുവില്ലാത്ത സമയം ആ നാറുന്നു എന്ന് പറയുന്ന രംഗമുണ്ടല്ലോ, അത് ഭൂമിയിലെ നാറ്റം, വേർപ്പിന്റെ നാറ്റല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ചെയ്തികളുടെ നാറ്റം. ആ നാറ്റം കൊണ്ട് പ്രയാസപ്പെട്ട മലക്കുകൾ ഓടുന്ന സമയത്ത് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, ഒന്നുകൂടി റബ്ബിന്റെ ഭൂമിയിൽ തിരിച്ചുപോയി ഒരു ജീവിതം മാറി ജീവിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ മുസ്ലിമായ മനുഷ്യ, അവസരം നിഷേധിക്കപ്പെട്ടവനെ പോലെ ആ റബ്ബിന്റെ കോടതിയിലേക്ക്, നരകാഗ്നിയിലേക്ക് വലിച്ചേക്കപ്പെടുന്ന പാരത്രിക ലോകത്തെ മറന്ന് ഭൗതികമായ സുഖങ്ങളിൽ ലയിച്ച് ജീവിച്ച് അല്ലാഹുവിനെ മറക്കുന്ന വിവരം കെട്ടവരായി പോയാൽ അത് കേൾക്കുന്ന വിശ്വാസികളെ, നമ്മളെ ജീവിതം കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ അവിടെ വെച്ച് പറഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാകൂല. ജീവിതത്തിൽ സാധുകൾ വേണം, കൊട്ടാര സമാനമായ വീടുകളല്ല. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സമ്മാനമായത് ഉണ്ടാക്കിക്കോളൂ, അതിനെക്കുറിച്ചല്ല എന്റെ ചർച്ച. സ്വർഗത്തിൽ ഒരു വീട് പണിയാൻ സാധിക്കണം. ഏത് വീട്ടിലാണെങ്കിലും, കൊട്ടാരത്തിലാണെങ്കിലും, കുടിലാണെങ്കിലും അല്ലാഹുവിനെ ഓർമ്മിച്ച് ജീവിക്കുന്ന ജീവിതം വേണം. മഹാനായ ഇമാമുൽ ആദം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ഇമാമുൽ ആദം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രി പുലർച്ചക്ക് വീട്ടിൽ നിന്ന് കരയുന്ന ശബ്ദം അയൽവാസികൾ കേൾക്കുമായിരുന്നു. എന്നറിയോ? ഭാര്യയുമായി തർക്കിച്ചിട്ടല്ല, മക്കളുമായി കലഹിച്ചിട്ടല്ല, കുടുംബ കലഹവുമായിട്ടല്ല. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു രാത്രിയിൽ പുലർച്ചക്ക് തേങ്ങി കരയുന്നു. എന്തിനാണ് എന്നറിയോ? മുഴുവനായും അമലുകൾ ജീവിതത്തിൽ ചെയ്ത ഇമാമുൽ ആദം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു കരയുന്നത്, റബ്ബേ എന്റെ ഖബറിലെ ജീവിതവും എന്റെ മടക്കയാത്രയും ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാനൊന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന ചിന്തയാണ്. രാത്രി മുഴുവൻ നിസ്കരിച്ച ഇമാമുൽ ആദം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വർഗം പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അത് കേൾക്കുന്ന വിശ്വാസികളെ, എവിടെയൊക്കെയോ ഞാൻ മാറേണ്ടതുണ്ട്, എവിടെയൊക്കെയോ നമ്മൾ മാറേണ്ടതുണ്ട്. ആ മാറ്റങ്ങളെ കുറിച്ചുള്ള ചിന്താഗതികൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് മുതഅല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നത്.